നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് ഇന്നാണല്ലോ വന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത്. എസ് എ PR ഓഫീസർ ഞാൻ അതിൽ മെയിൻലി നോക്കുന്നത് ഹൗ ദ PR വർക്ക്സ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ റിസൾട്ടിന് ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഞാൻ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇവരെ PR വർക്ക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത ടൈമാണ്. കാരണം വെച്ചാൽ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ള എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം നമ്മൾ PR ഓഫീസേഴ്സ് എന്ന നിലയിൽ ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഇവർ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേജിലൊക്കെ കറക്റ്റ് ഈ നോർമൽ പീപ്പിളിൻ്റെ ഇമോഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സ്കിറ്റ് ടൈപ്പ് വീഡിയോസ് കാര്യങ്ങൾ ആ രീതിയിലാണ് കൂടുതൽ PR വർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്. അതേപോലെ തന്നെ ഇവർ ചെയ്തൊരു വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഈ 9 വർഷം മുന്നേ ഈ ഇവർ വികസനം എങ്ങനെയായിരുന്നു, ഇപ്പോൾ 9 വർഷത്തിന് ശേഷം വികസനം എങ്ങനെയായിരുന്നു കമ്പാരിസൺലി ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നിയ കാര്യമാണ്. PV അൻവറിന്റെ കേസ് പറയുമ്പോൾ 9 വർഷം MLA ആയിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വികസനങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഇവിടെ ഒരു ആൻറ്റി പിണറായിസം ക്യാമ്പയിൻ, അതാണ് PV അൻവർ മെയിൻലി ഹൈലൈറ്റ് ചെയ്തത്. അതിന് ഒരു പൊതുജനത്തിൽ നിന്ന് നല്ല താല്പര്യം കിട്ടിയിട്ടുണ്ട്. പൊതുജനത്തിൽ നിന്ന്, അതായത് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ LDF നിന്നും രണ്ടിന്നും ഭയങ്കര വിമർശനങ്ങൾ നേരിട്ടിട്ടും ഒരു നിഷ്പക്ഷൻ കേരളത്തിൽ 20,000-ത്തിലടുത്ത് വോട്ട് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കര ഇമ്പാക്റ്റുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് സോഷ്യൽ മീഡിയയാണ്. കാരണം അവർ കൺവെൻഷണൽ മീഡിയ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കിയതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയ ഓരോ വോട്ടും. അപ്പോൾ അതേപോലെ തന്നെ സ്വരാജിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സോക്കോൾഡ് ബുദ്ധിജീവികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഈ നോർമൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള കണ്ടൻസും കാര്യങ്ങളും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളും അല്ലെങ്കിൽ PR വർക്ക്സ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറീസിന് ഓരോ സ്ട്രാറ്റജിയാണ്. ഇപ്പം ആര്യാടൻ ഷൗക്കത്ത് യൂസ് ചെയ്ത പോലെ ഇമോഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങൾ യൂസ് ചെയ്തു. PV അൻവർ ആണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്. ഇപ്പം ഇതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആരൊക്കെ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ PR കാര്യങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്.